الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആന്റെ ഖത്മുൽ ഖുർആന്റെ 9ാമത്തെ ക്ലാസ് ആണ്. 8 ക്ലാസ്സുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. കാണുന്ന ആളുകൾക്കൊന്ന് ഫുൾ സ്ക്രീനിൽ കാണുകയും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. പൂർണ്ണമായിട്ടും കാണുകയും എവിടെയാണ് നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ ഭാഗങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി ഒരിക്കലും മറക്കാത്ത രൂപത്തിൽ ആ രൂപത്തിലേക്ക് 2-3 പ്രാവശ്യമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ആവർത്തിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آتيناهم الكتاب يتلونه حق تلاوته. الذين തുടക്കം തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. الذين ഇത് നമുക്ക് കൂടുതൽ പരിചയമുള്ള പദമായതുകൊണ്ട് അത്ര പ്രശ്നമുണ്ടാവില്ല അല്ലെ. തുടക്കത്തിൽ തന്നെ വസ്ലിന്റെ ഹംസയാണ്. വസ്ലിന്റെ ഹംസ ആരിഫും ലാമും വരുന്ന സ്ഥലങ്ങളിൽ ഒരു സംശയം വേണ്ട, അവിടെ മറ്റൊന്നും ചിന്തിക്കണ്ട. ആലിഫും ലാമും വരുന്ന സ്ഥലമാണെങ്കിൽ അവിടെ തുടക്കത്തിൽ ആ എന്നാണ് വായിക്കേണ്ടത്. അവിടെ വേണമെങ്കിൽ ഈന്ന് വായിച്ചൂടെ, അല്ലെങ്കിൽ ഊന്ന് വായിച്ചൂടെ, പറ്റൂല. അലിഫും ലാമും വരുന്ന സ്ഥലത്ത് ആ എന്ന് തന്നെ വായിക്കുക. അല്ലദീന എന്നാ ഊന്ന് വരുന്ന സ്ഥലമുണ്ട്, ഈന്ന് വരുന്ന സ്ഥലമുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. الذين آتيناهم الكتاب يتلونه. ആതൈനാഹും എന്ന് പറഞ്ഞ് വഖഫ് ചെയ്താൽ പിന്നെ ഇനി അവിടുന്ന് എടുത്ത് ഓതാതെ ഇനി ബാക്കി ഓതുകയാണെങ്കിൽ അൽ കിതാബ യത്ലൂന. എന്താ കാരണം? അവിടെ വസ്ലിന്റെ ഹംസയാണ്, അലിഫും ലാമുമാണ് തുടക്കത്തിൽ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ എന്നാണ് വായിക്കേണ്ടത്. الذين آتيناهم الكتاب يتلونه حق تلاوته. അവിടെ വഖഫ് ചെയ്തു. ഹഖ തിലാവതി. ഹക്ക എന്ന് പറയുന്നത് ഹഖ. ഹഖ തിലാവതി വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ ഹി എന്നത് അല്പം നീട്ടേണ്ടതാണ്. കാരണം ഹി എന്നത് നീട്ടാനുള്ളതാണ്. കാരണം തൊട്ട് മുമ്പുള്ളതും തൊട്ട് ശേഷമുള്ളതും സുക്കൂൻ ഇല്ല. ഹി എന്ന വാക്കിന്റെ തൊട്ട് മുമ്പ് തൊട്ട് ശേഷം എന്തില്ല? സുക്കൂനില്ല. പ്രത്യേകിച്ച് ഈ മുസാഫില് എന്ത് ഉണ്ടാവും? അതിന്റെ ചിഹ്നവും ഉണ്ടാവും. അതിന് ശേഷമുള്ള അക്ഷരം ഹംസയും കൂടി ആണെങ്കിൽ പിന്നെ അവിടെ ഒന്നുകൂടി അല്പം നീട്ടേണ്ടതാണ്. മദ് മുൻഫസിൽ വരുന്നതാണ്. ഹഖ തിലാവതി അവിടെ വഖഫ് ചെയ്താൽ പിന്നെ അത് വരൂല. ഇനി വഖഫ് ചെയ്തിട്ട് അവിടെ നിർത്തി പിന്നെ എടുത്ത് ഓതുകയാണെങ്കിൽ അപ്പൊ പിന്നെ വഖഫ് വരും. حق تلاوته أولئك يؤمنون به. തുടക്കം മുതൽ الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به. അവിടെ വഖഫ് ചെയ്തു. أولئك يؤمنون به. ബിഹി എന്നാണ്. അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ ഉലൈക യുഅ്മിനൂന ബിഹി വമൻ യക്ഫുർ ബിഹി. ബിഹി ഒരല്പം നീട്ടാണ്. ഒരു യാ ഉണ്ടല്ലേ, ചെറിയ ഒരു യാ ഉണ്ട്. യാ തന്നെയാണ്. ബിഹി വമൻ യക്ഫുർ ബിഹി ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ഉലായിക്ക എന്ന പദം അല്ലേ, അവിടെ ഊലായിക്ക എന്ന് വായിക്കാറില്ല. നമ്മൾ സാധാരണ ഉലായിക്ക എന്ന് തന്നെയാണ്, പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. ഇനി പെട്ടെന്നൊരു സംശയം വരാൻ നിൽക്കണ്ട. ഊലായിക്ക എന്നല്ല, വാവിന്റെ മുകളിൽ ഒരു 0 മാർക്ക്, ഒരു 0 കണ്ടില്ലേ, സുക്കൂന് പോലാത്ത. അതെന്താണ്? ആ അക്ഷരം ഉച്ചരിക്കുകയില്ല. ഇത് എവിടെ കണ്ടാലും ഈ അക്ഷരം ഉച്ചരിക്കുകയില്ല. ഈ ഒരു ചിഹ്നം കണ്ടില്ലേ, ഒന്ന് ഓതി നോക്കാം. الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون. ومن يكفر അവിടെ എന്തുണ്ട്?
അവിടെ ഇദ്ഗാമും ബിഗുന്നയാണ് അല്ലേ. വമൻ യക്ഫുർ ബിഹി ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. 122-ാമത്തെ ആയത്ത്. ഇതിന് മുമ്പ് ഓതിയ 121-ാമത്തെ ആയത്താണ്. സൂറത്തുൽ ബഖറയുടെ 120 ആയത്തുകളാണ് കഴിഞ്ഞ ദിവസം പാരായണം ചെയ്തത്. അതിന്റെ ബാക്കിയാണ് 121, 122, 123 അങ്ങനെ തുടങ്ങിയിട്ട് അതിന്റെ ബാക്കിയാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ഏതായാലും അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ താല്പര്യപ്പെടുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലും അത് പഠിക്കുകയും അത് ഖത്മ് തീർക്കാനുള്ള ഒരു ആവേശം കൂടി നമുക്കുണ്ട് എന്നതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ പ്രേക്ഷകര്, പ്രത്യേകിച്ച് കേരളക്കരയിലുള്ളവരും അല്ലാത്തവരുമായ വിദേശത്തൊക്കെയുള്ള ഒരുപാട് ആളുകൾ ക്ലാസ് കേൾക്കുകയും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. കാരണം അത് ഒരിക്കലും മുറിഞ്ഞു പോകരുത്, ഇത് തുടർന്നു കൊണ്ടേ ഇരിക്കണം. അത് നമ്മൾ അയക്കുന്നത് ഒരു കാരണവശാലും മിസ്സാവാതെ ആ ഗ്രൂപ്പിലേക്ക് അയക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മെസ്സേജ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് എന്ത് ചെയ്യും, ഒന്ന് എടുത്തു നോക്കുകയും അത് ക്ലാസ് കേൾക്കുകയും അതിന് കൂടെ ഓതുകയും ഒക്കെ ചെയ്യാം എന്ന ഉദ്ദേശത്തിലാണ്. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. നാം അയക്കുന്ന വീഡിയോകൾ ലഭിക്കാത്ത അല്ലെങ്കിൽ അതിന്റെ മെസ്സേജും കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ച് കൂടുതൽ ഫോണിനെ കുറിച്ച് അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ താഴെയുള്ള കമന്റ് ബോക്സിലുള്ള ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ജോയിൻ ഗ്രൂപ്പാണ്. അതിൽ നിന്ന് പിന്നെ ആണുങ്ങളെ ഗ്രൂപ്പിലേക്കും പെണ്ണുങ്ങളെ ഗ്രൂപ്പിലേക്കും ചേർക്കുന്നതാണ്. അപ്പൊ അതിനെന്ത് ചെയ്യുക, താഴെയുള്ള കമന്റ് ബോക്സിൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുട്ടികളോട് ചോദിക്കുക, ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ കമന്റ് വിടുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, അറിയുന്ന ഭാഷയിൽ മലയാളത്തിലാണെങ്കിലും അതുപോലെ തന്നെ മംഗ്ലീഷിലാണെങ്കിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള ഒരുപാട് ആളുകൾ ക്ലാസ് കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവർക്ക് നിങ്ങളുടേതായ ഭാഷയിൽ, തമിഴിലോ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിലായാലും കുഴപ്പമില്ല, അതിനൊക്കെ തർജ്ജമ ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ വന്നുണ്ട്. അപ്പോൾ അതൊന്നും ഒരു പ്രയാസമില്ല. അപ്പോൾ നിങ്ങളെ സംശയങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ചോദിക്കണതിന് ഒരു തടസ്സമില്ല ഇൻഷാ അല്ലാഹ്. കഴിയുന്ന പരമാവധി അതിന്റെ സംശയങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക, അറിയുന്ന പോലെ നിങ്ങൾക്ക് എത്തിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ 122-ാമത്തെ ആയത്താണ്. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم يا بني إسرائيل اذكروا نعمتي التي يا بني മദ് മുൻഫസിലാണ്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് ഈ ഹംസ വന്നിട്ടുള്ളത്. ഹംസ എന്ന് പറഞ്ഞാൽ ആ ഇ ഉ, ഇതാണ് ഹംസ. അപ്പൊ മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് എന്ത് വന്നിട്ടുള്ളത്, ഹംസ വന്നിട്ടുള്ളത്. അപ്പൊ അതിന് മദ് മുൻഫസിൽ എന്ന് പറയും. ഇസ്രായീൽ, ഇത് മദ്ദക്ഷരത്തിന് ശേഷം അല്ലേ, അത് ഒറ്റ വാക്കാണ്. ആ ഒറ്റ വാക്കിൽ വന്നതുകൊണ്ട് മദ് മുത്തസിലി എന്ന് പറയും. ഇത് മുത്തസിലും മുൻഫസിലും പെട്ടെന്ന് തിരിയാൻ ഈ ഒറ്റ ഉദാഹരണം മതി. യാ ബനി ഇസ്രായീല. ഇൻഷാ അല്ലാഹ് ഓരോ മദ്ദിന്റെയും കണക്കൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് പറയാം. ഇപ്പൊ തൽക്കാലം ഞാൻ ഇങ്ങനെ പറയുന്നുള്ളൂ. മദ്ദുകൾ കുറിച്ച് കൂടുതൽ എന്ത് ചെയ്യാം, മദ്ദുകളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് പറയുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവില്ല. എല്ലാം കൂടി ഇപ്പൊ പറയുമ്പോൾ എന്ത് ചെയ്യും, അത് കേൾക്കാൻ ഒരു പ്രയാസം ഉണ്ടാവും. അതുകൊണ്ടാണ് എല്ലാം കൂടുതലായിട്ട് പറയാത്തത്. പറയുന്ന വിഷയം വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ പറയുന്ന വിഷയത്തിൽ ഒന്നുകൂടി വിശദീകരണം നമുക്കുണ്ടാവുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിലായിട്ട് പറയുന്നതായിരിക്കും. ഇപ്പോൾ ഉള്ളത് തൽക്കാലം ഈ രൂപത്തിലുള്ള ഒരു ക്ലാസ് ആയിരിക്കും. അപ്പൊ എല്ലാം കൂടി പറയുമ്പോൾ നിങ്ങൾക്കും പ്രയാസമാകും. അതുകൊണ്ടാണ് കൂടുതലൊന്നും പറയാത്തത്. പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ അത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയും അതുപോലെ തന്നെ തെറ്റുകൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കിയ ഏതെങ്കിലും ഭാഗത്ത് പിഴവുകൾ വരുന്നുണ്ടോ എങ്കിൽ ആ പിഴവുകൾ കൂടുതലായിട്ട് നമ്മൾ ആവർത്തിച്ച് ആ പിഴവുകളെ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. യാ ബനി ഇസ്രായീൽ വസ്ലിന്റെ ഹംസയുണ്ട്. വസ്ലിന്റെ ഹംസ അതിന്റെ ഇടയിലാണ് അല്ലേ. ആ വസ്ലിന്റെ ഹംസ ഉച്ചരിക്കുകയില്ല. യാ ബനി ഇസ്രായീൽ എന്ന് പറഞ്ഞ് ഇവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ, ഇനി കൂട്ടി വായിക്കാതെ അതിന് ശേഷമുള്ളത് വായിക്കുകയാണെങ്കിൽ ഉദ്കുറൂ നിഅമതി അല്ലതി,
അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒരു പ്രയാസം വേണ്ട, നേരെ എടുത്ത് ഓതിയാൽ മതി. യാ ബനി ഇസ്രാഈലദ്കുറൂ നിഅമതിയല്ലതി. അപ്പൊ പിന്നെ വസലിന്റെ ഹംസ ഈ നാണോ ആ നാണോ പിന്നെ ഊന്നാണോ എന്നുള്ള സംശയം നമുക്ക് മാറിക്കിട്ടും. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അപ്പൊ അവിടെ നമ്മൾ നിർത്തിയിട്ട് പിന്നെ എടുത്ത് ഓതുമ്പോൾ, നിർത്തിയിട്ട് ബാക്കി ഓതുമ്പോൾ അത് അല്പം പ്രയാസം ഉണ്ടാവും. അല്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അത് പിന്നീട് ആ വിഷയം പറയാം ഇൻഷാ അല്ലാഹ്. യാ ബനി ഇസ്രാഈല ലദ്കുറു. അപ്പൊ പിന്നെ ആ വസലിന്റെ ഹംസ അവിടെ ഒഴിവാകുന്നതാണ് അല്ലേ. ഇസ്രാഈല ലദ്കുറു നിഅമതിയല്ലതി. അപ്പോ വസലിന്റെ ഹംസ ഒഴിവായി. പിന്നെ എന്ത് ചെയ്യുക? ലദ്കുറു നിഅമതിയല്ലതി അൻഅംതു അലൈക്കും. അൻഅംതു അലൈക്കും. അൻഅംതു ലാ അൻഅംതു നിഅമതിയല്ലതി അൻഅംതു. മദ് വന്നു. മദ്ദിന്റെ ശേഷം അടുത്ത വാക്കിലാണ് ഹംസ വന്നത് അല്ലേ. അപ്പൊ മദ് മുൻഫസിൽ. മുൻഫസിൽ എന്ന് പറഞ്ഞാൽ വിട്ട് പിരിഞ്ഞു വന്നത് അല്ലേ. മുത്തസിൽ എന്ന് പറഞ്ഞാൽ ചേർന്ന് വന്നത്. ചേർന്ന് വന്നതിന് മുത്തസിൽ എന്ന് പറയും, വിട്ട് പിരിഞ്ഞു വന്നതിന് മുൻഫസിൽ എന്ന് പറയും. തൽക്കാലം പത്രം മനസ്സിലാക്കുക. നിഅമതിയല്ലതി അൻഅംതു അലൈക്കും. നിഅമതിയല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫളൽതുകും അലൽ ആലമീൻ. وأني فضلتكم على العالمين. വഖഫ് ചെയ്തു. വഖഫ് ചെയ്തപ്പോൾ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കുകയാണ്. തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരവുമാണ്. അപ്പൊ നീട്ടാനുള്ള അക്ഷരം വന്നാൽ, തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരം വന്നാൽ അവിടെ മദ് അല്പം നീട്ടിയിട്ടാണ്, അവിടെ ആ വാക്കിനെ പിന്നെന്ത് ചെയ്യാ, അല്പം നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. പുതിയ ഒരു മദ് ഉണ്ടാവുകയും ചെയ്യുന്നു. ആ മദ്ദിന്റെ പേരാണ് മദ് ആരിദ് എന്ന് പറയും. എന്തിയാ പറഞ്ഞത്? അവസാനത്തെ അക്ഷരത്തിന് തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ എവിടെ വഖഫ് ചെയ്താലും, അതിന് തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ ഫളൽതുകും അല്ലേ, അതിനപ്പം നമ്മൾ അവിടെ വഖഫ് ചെയ്തു. വഖഫ് ചെയ്താൽ നിർത്തി. ഫളൽതുകും വഅന്നി ഫളൽതുകും, ഞാനിപ്പോൾ അവിടെ നിർത്തി. അപ്പൊ മീമിലാണ് അവസാനിച്ചത്. തൊട്ട് മുമ്പുള്ള കാഫാണ്. അവിടെ നീട്ടാനുള്ള അക്ഷരം ഒന്നും ഇല്ല. അപ്പൊ പിന്നെ അവിടെ നീട്ടൊന്നും വേണ്ട. ഫളൽതുകും وأني فضلتكم على العالمين. ഇനി ശ്രദ്ധിക്കേണ്ടത്, വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അവസാനത്തത് നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ അവിടെ നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അവസാനത്തിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ളതാണെങ്കിൽ അവിടെയും വഖഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ തെൻവീൻ ഫത്ഹാണ് വരുന്ന സ്ഥലത്ത്, തെൻവീൻ ഫത്ഹ് വരുന്ന സ്ഥലത്ത് തെൻവീൻ ഫത്ത് കൊടുത്ത് അല്പം നീട്ടിയിട്ട് തന്നെയാണ് വഖഫ് ചെയ്യേണ്ടത്. തെൻവീൻ ഫത്ത് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഫത്ഹാകട്ടെ, കസ്റാകട്ടെ, ലൊമ്മാകട്ടെ, സുക്കൂനാകട്ടെ, ഈ സ്ഥലങ്ങളിലൊക്കെ സുക്കൂൻ കൊടുത്തിട്ട് തന്നെയാണ് വഖഫ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ രണ്ട് കസ്റുണ്ടെങ്കിൽ, രണ്ട് ലൊമ്മുണ്ടെങ്കിൽ ഇവിടൊക്കെ എന്ത് ചെയ്യണം? സുക്കൂൻ കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. നീട്ടാനുള്ള സ്ഥലം അതൊന്ന് ശ്രദ്ധിക്കുക. തൊട്ട് മുമ്പുള്ളതും ശ്രദ്ധിക്കുക. തൊട്ട് മുമ്പുള്ളത് പറഞ്ഞില്ലേ, ആലമീൻ നിഅമതിയല്ലതി അൻഅംതു അലൈക്കും വഅന്നി. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ, അവിടെ ഒന്നും വഖഫ് ചെയ്യാൻ നമ്മളിങ്ങനെ ഓതിപ്പോയാൽ മതി. വഖഫ് ചെയ്യുകയാണെങ്കിൽ വഅന്നി, അവിടെ അല്പം നീട്ടിയിട്ട് തന്നെയാണ് വഖഫ് ചെയ്യുക. അല്പം നീട്ടാൻ സാധാരണ നീട്ടല്, കൂടുതൽ നീട്ടരുത്. വഅന്നി യാ മാത്രമേ ഉള്ളൂ, യാന്റെ നീട്ടല്. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. അവിടെ മദ് അവിടെ മണിക്ക ചെയ്തിട്ടില്ലേ. وأني അത്ര മതി. وأني فضلتكم على العالمين. 123-ാമത്തെ ആയത്ത്, واتقوا يوما لا تجزي نفس عن نفس شيئا. സുക്കൂനുള്ള നൂനിന്റെ നിയമങ്ങൾ പറയുകയാണ്. ഓർമ്മയിലുണ്ടാകും. സുക്കൂനുള്ള നൂനിന്റെയും തെൻവീനിന്റെയും നിയമങ്ങൾ ഓർമ്മയിലുണ്ടാകും. സുക്കൂനുള്ള നൂനിന്റെ ശേഷം വരുന്ന അക്ഷരം, അല്ലെങ്കിൽ തെൻവീൻ വന്നു, ആ തെൻവീന്റെ ശേഷമുള്ള അക്ഷരം, ഒരു അക്ഷരത്തിന് തെൻവീൻ വന്നു, അതിന്റെ ശേഷമുള്ള അക്ഷരം ഏതാണ് എന്നാണ് നോക്കേണ്ടത്.
ഓർമ്മയിലുണ്ടാകണം. ചാർട്ടിലേക്ക് നോക്കുക. തെൻവീനിന്റെ ശേഷം ബ വന്നാൽ അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നാൽ രണ്ടും ഒരു നിയമമാണ്. തെൻവീനിന്റെ ശേഷമോ അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിന്റെ ശേഷമോ സുക്കൂൻ ഉണ്ടാകും, സുക്കൂൻ ഉണ്ടാവുകയില്ല. രണ്ടും സുക്കൂനുള്ള നൂനാണ്. നൂനോടെ ഉണ്ടെങ്കിൽ ഫത്തും കസറൊന്നും ഇല്ലാത്തൊരു നൂനോടെ ഉണ്ട്, അതാണ് സുക്കൂനുള്ള നൂന്. അപ്പൊ സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നാൽ ഇഖ്തിലാബാണ് ചെയ്യാൻ. നൂനിനെ മാറ്റിയിട്ട് നൂനിനെ മറിച്ച് മീമാക്കി കൊടുക്കുക. ഇതാണ് നിയമം. സ്ഥലത്തുമ്പോൾ പറയാം. അതുപോലെ തന്നെ സുക്കൂനുള്ള നൂനിന്റെയോ തെൻവീന്റെ ശേഷം ലാമോ റാഓ ആണ് വന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? നേരെ കൂട്ടി യോജിപ്പിക്കുക. മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. കണ്ടില്ലേ? 123-ാമത്തെ ആയത്തില് യൗമൻ എന്ന തെൻവീനാണ്. തെൻവീന് ശേഷം ലാം വന്നു. അപ്പൊ കണ്ടില്ലേ? കൂട്ടി വായിക്കുന്നത് അവിടെ വഖഫ് നഫ്സ് എന്ന് പറയാം അല്ലെ. തെൻവീന്റെ ശേഷം ലാമു അല്ലെങ്കിൽ റ വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കരുത്. ഇനി തെൻവീന്റെ ശേഷം അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിന്റെ ശേഷം നൗമി, നൂന്, വാവ്, മീമ്, യാ ഈ 4 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരം വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുന്നതിന്റെ കൂടെ മണിക്കും ചെയ്യാം. മണിച്ചിട്ട് എന്ത് ചെയ്യാ? നേരെ കൂട്ടി യോജിപ്പിക്കുക, എന്നിട്ട് മണിക്കുക. അതാണ് ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരം. നൗമി, നൂന്, വാവ്, മീമ്, യാ. അപ്പൊ എത്ര അക്ഷരം പറഞ്ഞു? 7 അക്ഷരം പറഞ്ഞു. ഒന്ന് ഇഖ്തിലാബിന്റെ ബാ പറഞ്ഞു. അതുപോലെ തന്നെ ഇദ്ഗാമും ബിലാഗുന്നയുടെ ലാമും റാഉം വന്നു പറഞ്ഞു. അതുപോലെ തന്നെ ഇദ്ഗാമും ബിഗുന്നയുടെ നൗമി, നൂന്, വാവ്, മീമ്, യാ. പിന്നെ ഇനിയുള്ള 6 അക്ഷരം ഇദ്ഹാറിന്റെ അക്ഷരമാണ്. ഹംസ, ഹ, ഐൻ, റൈൻ. ഈ 6 അക്ഷരം സുക്കൂനുള്ള നൂനിന്റെയോ തെൻവീന്റെ ശേഷം ഈ 6 അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്. പിന്നെ ഇദ്ഹാർ ചെയ്യണം. സുക്കൂനുള്ള നൂനിന്റെയോ തെൻവീന്റെ ശേഷം ഈ 6 അക്ഷരങ്ങൾ ഹംസ, ഹ, ഐൻ, റൈൻ ഈ 6 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരം വന്നാൽ വെളിവാക്കേണ്ടതാണ്. സുക്കൂനുള്ള നൂനിനെയോ തെൻവീനിനെയോ വെളിവാക്കുക. ബാക്കി ഏത് വന്നാലും മറച്ച് മണിക്കേണ്ട സ്ഥലമാണ്. ബാക്കി 15 അക്ഷരമാണുള്ളത്. ഇപ്പൊ പറഞ്ഞത് 13 അക്ഷരമാണ് പറഞ്ഞത്. 13 അക്ഷരമല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും അവിടെ ഇഖ്ഫ ചെയ്യണം, മറച്ച് മണിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഓരോന്ന് പറയാം. واتقوا يوما لا تجزي نفس عن نفس. നഫ്സുൻ എന്ന തെൻവീന്റെ ശേഷം ഐന് വന്നു. നഫ്സുൻ എന്ന തെൻവീന്റെ ശേഷം സുക്കൂനുള്ള നൂനിന്റെയോ തെൻവീന്റെ ശേഷം ഐന് വന്നാൽ ഇദ്ഹാർ ചെയ്യണം. നഫ്സുൻ ഇദ്ഹാർ ചെയ്തു, തെൻവീനെ വെളിവാക്കി. ഇതാണെന്ത്? ഇദ്ഹാർ. നഫ്സുൻ അൻ നഫ്സ്. അവിടെ കണ്ടില്ലേ? സുക്കൂനുള്ള നൂനിന്റെ ശേഷം നൂന് വന്നു. നൗമി, നൂന്, വാവ്, മീമ്, യാ. പെട്ടെന്ന് ഓർമ്മ കിട്ടാത്തവരെ എന്ത് ചെയ്യാ? ചാർട്ടിലേക്ക് നോക്കുക. അൻ നഫ്സ് ല്ലേ? അൻ നഫ്സ്, അൻ നഫ്സ് ല്ലേ? ഇങ്ങനെയാണുള്ളത്. 2 നൂനുണ്ട്. ഒന്നാമത്തെ നൂനിന് രണ്ടാമത്തെ നൂനിലേക്ക് കൊടുക്കുന്നു, എന്നിട്ട് മണിക്കുകയും ചെയ്യുന്നു. ഇതാണെന്ത്? ഇദ്ഗാം ബിഗുന്ന. നൗമി, നൂന്, വാവ്, മീമ്, യാ. അൻ നഫ്സിൻ ശൈഅ. നഫ്സിൻ ശൈഅ അല്ല, നഫ്സിൻ ശൈഅ എന്ന് പറയാൻ പാടില്ല. കാരണം എന്താണ്? ശേഷമുള്ളത് ഷീനാണ്. ഷീൻ എന്ത് ചെയ്യോ? ഇഖ്ഫാന്റെ അക്ഷരമാണ്. തെൻവീന് ശേഷമോ സുക്കൂനുള്ള നൂനിന് ശേഷമോ ഇഖ്ഫാന്റെ അക്ഷരമാണ് ഷീൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞതുമല്ല, ഇഖ്ഫ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കലോ കൂടുതൽ വ്യക്തമാക്കലോ അല്ല, രണ്ടിന്റെയും ഇടയിലായിട്ട് മധ്യമായ രൂപത്തിൽ പറയുക. അവിടെ എന്ത് ചെയ്തു? ഇത് ആകുമ്പോൾ കൂട്ടി യോജിപ്പിച്ച് മണിച്ച്. ഇവിടെ എന്ത് ചെയ്യാ? മറച്ച് മണിക്കുക. എന്ന് പറയാ, നഫ്സിൻ ഷൈഅ എന്ന് പറയാതെ നഫ്സിൻ ഷൈഅൻ വല ഷൈഅൻ വല. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ അൻ നഫ്സിൻ ഷൈഅ, തൻവീൻ ഫത്ഹാണ്. അവിടെ ഞാൻ വഖഫ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഷൈഅ, നേരത്തെ പറഞ്ഞല്ലോ തൻവീൻ ഫത്ഹ് ഉള്ള സ്ഥലത്ത് ആ ഒരു രൂപത്തിൽ തന്നെയാണ് വഖഫ് ചെയ്യേണ്ടത്. ഷൈഅ. ഇനി അവിടെ നിർത്തുന്നില്ല എങ്കിൽ അൻ നഫ്സിൻ ഷൈഅൻ വല ഷൈഅൻ വല, ഷൈഅൻ വല എന്നല്ല, ഷൈഅൻ വ. നേരെ തൻവീന് വാവിലേക്ക് കൊടുത്തിട്ട് വാവിനെ മണിക്കുക. ഷൈഅൻ വല യുഖ്ബലു മിൻഹാ അദ്ൽ.
സുക്കൂണിലെ നൂനിന് ശേഷം ഹ വന്ന് ഇദ്ഹാർ ചെയ്തു. അതുകൊണ്ടാണ് മിൻഹ എന്ന് പറയുന്നത്. ولا يقبل منها عدل ولا تنفعها شفاعة. സുക്കൂണിലെ നൂന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നൂന് വെളിവാക്കാനുള്ളതാണ് എന്നർത്ഥം. മിൻഹ എന്ന് കണ്ടില്ല, അവിടെ സുക്കൂനിനെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇദ്ഹാറിന് ശേഷമുള്ളത് ഇദ്ഹാറിന്റെ അക്ഷരമായത് കൊണ്ടായിരിക്കും ആണ് എന്ത് ചെയ്യുന്നത്, ശേഷം പിന്നെ ഇദ്ഹാറിന്റെ അക്ഷരമായത് കൊണ്ടാണ് ഈ നൂനിനെ വ്യക്തമാക്കി സുക്കൂന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ സുക്കൂനാണ് ഉണ്ടാവില്ല. അപ്പൊ ഇദ്ഹാറിൻ്റെത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനാണ് ആ ഒരു അടയാളം പറഞ്ഞത്. അടയാളം ഒന്നും നമുക്ക് ആവശ്യമില്ല, നമ്മൾ നിയമങ്ങൾ പഠിക്കുക, നിയമമനുസരിച്ച് ഇങ്ങനെ പാരായണം ചെയ്യുകയാണെങ്കിൽ ഏത് മുസാഫിർത്ത് ഓതിയാലും നമുക്ക് ഓതാൻ സാധിക്കും അല്ലെ. ഹി എന്നത് നമുക്ക് നീട്ടാനുണ്ടോ ഇല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യും, തൊട്ട് മുമ്പ് തൊട്ട് ശേഷമുള്ള അക്ഷരം നോക്കിയാൽ നമുക്ക് തിരിയും. ഇങ്ങനെ ഓരോന്ന് നമ്മൾ പഠിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ولا يقبل منها عدل ولا تنفعها شفاعة. عدل وعدل ولا عدل ولا تنفعها شفاعة. تنفعها شفاعة. സുക്കൂണിലെ നൂനിന് ശേഷം ഫ വന്നു, ഇഖ്ഫാ ചെയ്യണം അല്ലേ. നേരത്തെ പറഞ്ഞ 13 അക്ഷരത്തിൽപ്പെട്ട അക്ഷരമല്ല. ولا تنفعها شفاعة ولا شفاعة ولا هم ينصرون. നൂനിന് ശേഷം സ്വാദ് വന്നു, ഇഖ്ഫാ ചെയ്യണം. യുൻസറൂൻ വഖഫ് ചെയ്യുമ്പോൾ നൂനിന് സുക്കൂൻ കൊടുത്ത് തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ളത് കൊണ്ട് മദ്ദ് ആരിൽ വരുന്നു. നോക്കുക 123-ാമത്തെ ആയത്ത് ഒന്നുകൂടി നോക്കി കൂടെ ഓതി നോക്കണം. ക്ലാസ് കേൾക്കുന്ന ആളുകളാണ് ക്ലാസ് കേൾക്കുക. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون. 124-ാമത്തെ ആയത്ത് وإذ ابتلى മസ്ലിൻ ഹംസ ഒഴിവായി കൂട്ടി വായിക്കേണ്ടത് റിബ്തല. റിബി എന്നാകാൻ സാധ്യതയുണ്ട്. റിബി ബി അല്ല ബ്. وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما. وإذ ابتلى إبراهيم ربه വഖഫ് ചെയ്തു. റബ്ബുഹു എന്നുള്ള റബ്ബു അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ റബ്ബുഹു ബികലിമാതിൻ فأتمهن قال إني جاعلك للناس إماما. تنوين فتح شدل نون മണിക്കുക. قال ومن ذريتي قال لا ينال عهد الظالمين. قال لا ينال عهد الظالمين. 124-ാമത്തെ ആയത്ത് وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما. قال ومن ذريتي قال لا ينال عهد الظالمين. وإذ جعلنا البيت مثابة للناس 125-ാമത്തെ ആയത്ത്
وإذ جعلنا البيت എന്നാണുള്ളത്. വായിക്കുമ്പോൾ ജഅൽനൽ ബൈത ഒരുപാട് 2-3 സുക്കൂനൊക്കെ വന്നാൽ 2 സുക്കൂനും ഒഴിവാകും. അതുകൊണ്ടാണ് ഇവിടെയുള്ള നിയമങ്ങളൊക്കെ. وإذ جعلنا البيت مثابة للناس مثابة തൻവീൻ വന്നു, തൻവീൻ ശേഷം ലാം വന്നു. ലാമോ റോ വന്നാൽ ഇദ്ഗാമും ബിലാഗുന്നയാണ്. ഇദ്ഗാമും ബിലാഗുന്നയാണ് കൂട്ടി യോജിപ്പിക്കുക. നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കൊന്നും ചെയ്ത് മസാബത്തല്ലി അങ്ങൊന്നും പറയണ്ട. മസാബത്തല്ലിന്നാസി വഅംന വത്തഖിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല واتخذوا من مقام നൗമി നൂന് വാവ് മീം യാ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമാണ്. നൂന് വാവ് മീം യാ അല്ലേ, സുക്കൂനിലെ നൂനിന് ശേഷം മീം വന്നു. ഇദ്ഗാം ബിഗുന്നയാണ്. മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല وعهدنا إلى إبراهيم وإسماعيل أن طهر بيتي للطائفين وعهدنا إلى إبراهيم مد منفصل വരുന്നുണ്ട് അല്ലേ. إلى إبراهيم وإسماعيل أن طهر بيتي للطائفين അവിടെ മദ്ദ മുത്തസിലാണ്. അൻ ത്വഹിറ ബൈതിയ ബൈതി വഖഫ് ചെയ്യുമ്പോൾ ബൈതി എന്ന് പറയുന്നത്. അൻ ത്വഹിറ അവിടെ ഇഖ്ഫ ആണ് അല്ലേ, സുകൂൻ നൂനിന് ശേഷം ത്വ വന്നു. ഇഖ്ഫായിന്റെ അക്ഷരമാണ്. നേരത്തെ പറഞ്ഞ 13 അക്ഷരത്തിൽപ്പെട്ടതല്ല, ഇഖ്ഫായിന്റെ അക്ഷരമാണ്. അൻ ത്വഹിറ ബൈതിയ ലിത്വാഇഫീൻ ബൈതിയ അൻ ത്വഹിറ ഒരലിഫുണ്ട്, സാധാരണ ഒരലിഫ്. അൻ ത്വഹിറ ബൈതിയ ലിത്വാഇഫീൻ വൽആകിഫീൻ. അൻ ത്വഹിറ ബൈതിയ ലിത്വാഇഫീൻ വൽആകിഫീൻ വറുകഇസ് സുജൂദ്. ഒന്നുകൂടെ. وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى وأهدنا إلى إبراهيم وإسماعيل أن طهر بيتي للطائفين والركع السجود. അവിടെ റാഇന് ശബ്ദണ്ട്, കാഫിന് ശബ്ദണ്ട്. والركع السجود أن طهر بيتي للطائفين والعاكفين والركع السجود. والركع السجود ശ്രദ്ധിക്കണം. والركع السجود أن طهر بيتي للطائفين والعاكفين والركع السجود. സുജൂദ് അവിടെ നിന്നാണ് മദ് ആരിദ് വരുന്നുണ്ട്. നൂറ്റി 26-ാമത്തെ ആയത്ത്. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا بَلَدًا آمِنًا തൻവീന്റെ ശേഷം ഹംസ വന്നു. ഇദ്ഗാമിന്റെ അക്ഷരമാണ്. ഹംസ ഹ ഖ ഐൻ ഗൈൻ ഇതാണ് ഇദ്ഗാമിന്റെ അക്ഷരങ്ങൾ. ശേഷമുള്ള അക്ഷരം ഏതാണ്? ബലദൻ ഹംസയാണ്. ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. അവിടെ വഖഫ് ചെയ്തോ. തഅന് സുക്കൂന് തൊട്ട് മുമ്പിൽ അലിഫാണ്. റാത്ത് വഖഫ് ചെയ്യുമ്പോൾ മദ് ആരിൽ വരുന്നു. മൻ ആമന മിൻഹും ബില്ലാഹ്
من آمن منهم بالله واليوم الآخر വഖഫ് ചെയ്യുമ്പോൾ വൽയൗമിൽ ആഖിർ റഅന സുക്കൂന തൊട്ട് മുമ്പ് കസ്റാണ് വന്നത്. അവിടെ എന്ത് ചെയ്യണം? മദ് അല്ല, അവിടെ എന്ത് ചെയ്യണം? തർഖീഖ് ചെയ്യണം. കാരണം റഅന് കസ്ർ വന്നാൽ അവിടെ നമ്മൾ വഖഫ് ചെയ്തു. വഖഫ് റഅന് കസ്ർ എപ്പോൾ വന്നാലും തർഖീഖാണ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ വൽ ആഖിർ റഅന് ഇവിടെ റഅന്റെ നിയമമാണ്, റഅന്റെ നിയമമാണ് നോക്കേണ്ടത്. എന്താണ്? റഅന് സുക്കൂന തൊട്ട് മുമ്പ് കസ്ർ വന്നാൽ തർഖീഖാണ് നിയമം. വൽ യൗമിൽ ആഖിർ وقال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير وبئس المصير وبئس المصير മസ്തീർ എന്നല്ല, മസ്തീർ. ഒന്ന് നോക്കി. ഇനി ഇൻഷാ അല്ലാഹ് എല്ലാ നിയമങ്ങളും വിശദമായിട്ട് പറയുന്നില്ല, മുമ്പ് പറഞ്ഞു. ആ പറഞ്ഞോടനുബന്ധിച്ച കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا بَلَدًا آمِنًا وَارْزُقْ أَهْلَهُ مِنَ الثَّمَرَاتِ من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. 127 ആയത്ത്. وإذ يرفع إبراهيم القواعد إبراهيم القواعد من البيت വഖഫ് ചെയ്തു. തഅന് സുക്കൂന് തൊട്ട് മുമ്പുള്ള യാഇന് സുക്കൂനുണ്ട്, അതിന് മുമ്പ് ഫത്ഹുമാണ്. ഇങ്ങനെയുള്ള പദം എന്ന് പറഞ്ഞാൽ അവസാനത്തിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം യാഓ വാവോ വരികയും അതിന് സുക്കൂനാവുകയും തൊട്ട് മുമ്പുള്ള അക്ഷരം അതിന്റെ തൊട്ട് മുമ്പുള്ള അപ്പുറത്തെ അക്ഷരം ഏത് വലത് ഭാഗത്തുള്ള ത അല്ല, യാഇന്റെ അപ്പുറത്തുള്ള ബഇന്റെ സ്ഥാനത്ത് വരുന്ന അക്ഷരം എന്താണ്? അവിടെ ഫത്ഹാണെങ്കിൽ ബൈത്ത് മദ് ലീൻ വരുന്നതാണ്. മദ് ലീനിന്റെ അക്ഷരം ഏതൊക്കെയാണ്? യാഉം വാവുമാണ്. അതിനെന്ത് വേണം? യാഇനും വാവിനും സുക്കൂൻ ഉണ്ടെങ്കിൽ ബൈത്ത് മിനൽ ബൈത്ത് من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. ഈ ദുആ നമ്മൾക്ക് എപ്പോഴും ദുആ ചെയ്യണം. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഇൻഷാ അല്ലാഹ് ഏത് കർമ്മം ചെയ്താലും ഈ ദുആ ചെയ്താൽ അല്ലാഹു തആല പെട്ടെന്ന് സ്വീകരിക്കും. അല്ലേ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബ നിർമ്മിച്ചതിന് ശേഷം പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പടച്ച റബ്ബേ, കാരണം നമ്മളൊക്കെ സാധാരണ ഒരു മജ്ലിസിൽ ഏതെങ്കിലും ഒരു സംഗതി ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് എന്തെങ്കിലും ഒരു ഹദിയ അല്ലേ, ഒരു പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് എന്തെങ്കിലും ഒന്ന് വെക്കുകയാണ്. ഒരു സ്വതക്ക ചെയ്തിട്ട് നമ്മൾ പറയാണ്, പടച്ചോനെ ഈ സ്വതക്ക ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലേ, നീ സ്വീകരിക്കണേ. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മൾ ചോദിക്കാണ്. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ആ സ്വതക്ക കൊടുത്ത ബറക്കത്ത് കൊണ്ട് എന്ത് ചെയ്യും? അല്ലാഹു തആല നമ്മിൽ നിന്നും കൂടുതലായിട്ട് സ്വീകരിക്കാൻ ചാൻസ് ഉണ്ട്. അതിൽപ്പെട്ട ഒരു ദുആ ആണ്. കാരണം മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചതാണ് കഅബ നിർമ്മിച്ചതിന് ശേഷം ദുആ ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ നിസ്കാരത്തിന് ശേഷം അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ നിസ്കരിച്ചു ആ നിസ്കാരത്തിന് ശേഷം ഒരു നിസ്കാരം നമ്മൾ സമർപ്പിച്ചു, അത് സ്വീകരിക്കാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ നമുക്ക് സമയമില്ല അല്ലേ? ചില ആൾക്കാർക്ക് ആ ദുആ തന്നെ വേണ്ട. നമ്മൾ സ്വന്തമായിട്ട് ദുആ ചെയ്യുമ്പോൾ നമ്മൾ ദുആ അല്ലാഹു തആല സ്വീകരിക്കുകയില്ലെങ്കിൽ അതോടുകൂടി തീർന്നു അല്ലേ? നേരെ മറിച്ച് നമ്മൾ ഒന്നായിട്ട് കൂട്ടമായിട്ട് ഒരു ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണ്. ജമാഅത്തായി നിസ്കരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്ന് ദുആ ചെയ്യാണ്. ദുആ ചെയ്യുമ്പോൾ പടച്ച റബ്ബ് എന്ത് ചെയ്യും? സ്വീകരിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. നമ്മൾ ജമാഅത്തായിട്ട് നിർവഹിക്കുകയാണ്, കൂട്ടമായിട്ട് സംഘമായിട്ടാണ്, ഒരു ഐക്യത്തിൽ നമ്മളൊക്കെ ഒരു ഐക്യത്തിലാണ് എന്നുള്ളതായ ആ ഒരു പ്രതീതി അവിടെ ഉണ്ടാവുകയും
അല്ലെ? ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഒരു ഐക്യം നമുക്ക് ഒന്നും ഉണ്ടാവുകയാണ്. ജമാഅത്തിന് വേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? വീട്ടിലാകട്ടെ, പുറത്താകട്ടെ, പള്ളിയിലാകട്ടെ, ജമാഅത്തിന് വരുന്ന സമയത്ത് നമ്മളൊരു ഐക്യപ്പെടൽ അവിടെ ഉണ്ടാവുകയാണ്. അതിന്റെ പുറമെ നമ്മൾ ദുആ ചെയ്യാണ്, പടച്ചോനെ നീ സ്വീകരിക്കണം എൻ്റെ ഉദ്ദേശങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള കർമ്മങ്ങളും ഒക്കെ നീ സ്വീകരിക്കണേ എന്ന് പറയുമ്പോൾ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒരാൾ ആമീൻ പറയുകയാണെങ്കിൽ, ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്വാലിഹായ മനുഷ്യനുണ്ടെങ്കിൽ ആ സ്വാലിഹായ മനുഷ്യന്റെ ആമീന്റെ അല്ലെങ്കിൽ ദുആന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ കർമ്മം സ്വീകരിക്കുകയാണ്. അതൊക്കെ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതും വേണ്ടാന്ന് വെക്കണ ആൾക്കാർ, നമ്മൾ ഏതായാലും മോശക്കാരാണെങ്കിൽ നമ്മൾ സ്വാലിഹ്യങ്ങളിൽ പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ആവുന്ന രൂപത്തിൽ നമ്മൾ തഖ്വയിലായിക്കൊണ്ട് ജീവിക്കണം. എങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു മോശപ്പെട്ട പ്രവർത്തനം കൊണ്ട് നമ്മുടെ ആ ഒരു ദുആ സ്വീകരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സ്വാലിഹ്യങ്ങളായ ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ന് മാത്രമല്ല, നമ്മൾ ധരിക്കേണ്ടതും അങ്ങനെ തന്നെയാണല്ലോ. ഞാൻ മോശക്കാരനാണ്, എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ സ്വാലിഹ്യങ്ങളാണ്, എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ മോശക്കാരാണ്, ഞാൻ മാത്രമേ ഇവിടെ നല്ലവനുള്ളൂ എന്നുള്ള ആ ഒരു ചിന്ത, അത് വല്ലാത്തൊരു ചിന്ത തന്നെയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ മാറ്റിവെച്ച് എങ്ങാനും നമ്മുടെ ദുആ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ മറ്റുള്ളവരുടെ ആ ദുആന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് നമുക്ക് സ്വീകരിക്കാനുള്ള ഒരു ചാൻസ് നമുക്കുണ്ടാവുകയാണ്. അതിനാണ് നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്നത്. അല്ലാഹു തആല ആ ഒരു വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലായിക്കൊണ്ട് അടിയുറച്ചുകൊണ്ട് ജീവിക്കണം. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവായ അഷ്റഫുൽ വറാമുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് നിന്റെ സ്വാലിഹ്യങ്ങൾ എങ്ങനെയൊക്കെയാണോ മരണപ്പെട്ടത്, ആ സ്വാലിഹ്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണോ വഫാത്തായത്, അതുപോലെ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ കൂട്ടത്തിലൊക്കെ അവരൊക്കെ ഒരു ബറക്കത്ത് കൊണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സൗഭാഗ്യം അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ ഏത് ദുആ ചെയ്യുമ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും റബ്ബന തഖബ്ബൽ മിന്ന എന്ന ദുആ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഇനി അതല്ല, ഏതെങ്കിലും ഒരു ദുആ ഏതെങ്കിലും ഒരു കർമ്മം ചെയ്തിട്ട് പടച്ചവനോട് ഒന്ന് പറയാം, അല്ലേ? പടച്ചവനോട് എന്തെങ്കിലും പറഞ്ഞതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടായില്ല, ഇൻഷാ അല്ലാഹ്. അതിന് ഒറ്റക്കാകട്ടെ കൂട്ടനായിക്കട്ടെ, അല്ലെ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അതൊക്കെ നമ്മൾ കൂട്ടായിട്ടാണ് പറയുന്നത്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ജമാഅത്തായി നമ്മൾ കൂട്ടായിട്ടാണ് നിസ്കരിക്കുന്നത്. അതുപോലെ തന്നെ മയ്യത്ത് നിസ്കരിക്കുമ്പോഴും മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാണ്, അല്ലെ? ഇതൊന്നും നമ്മളെ കാര്യത്തിന് വേണ്ടി മാത്രമാണ്. നിസ്കരിച്ച കൂലിണ്ട്, ഇതിനൊക്കെ പുറമെ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാണ്. നമുക്ക് വേണ്ടിയാണ്, അല്ല മയ്യത്തിന് വേണ്ടിയാണ്. ഇതൊക്കെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചതാണ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ആ ഒരു കാര്യം, അങ്ങനെ നമ്മൾ പരസഹായിയായിട്ട് നമ്മൾ മാറണം. മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ കാര്യത്തിനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാം. നമ്മുടെ കാര്യത്തിന് ദുആ ചെയ്തിട്ടില്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിന് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് അല്ലാഹു തആല നടപ്പിൽ വരുത്തും. നമ്മൾ സെൽഫിഷായിട്ട് മാറുന്ന അങ്ങനെ ചില ആളുകൾ ആ ഒരു വിഭാഗത്തിൽ ഒരു കാരണവശാലും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അല്ലാഹു തആല അവന്റെ യഥാർത്ഥ സ്വാലിഹീങ്ങളിൽ ഇഷ്ടദാസന്മാരെയും അല്ലാഹു തആല നമുക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അവിടെ തന്നെ മദ്ദുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഒന്നുകൂടെ. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. 128 ആയത്തിൽ റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ മുസ്ലിമൈനി എന്നുള്ളിടത്ത് വഖഫ് ചെയ്യുകയാണെങ്കിൽ റബ്ബനാ വജ്അൽനാ മിനൽ മുസ്ലിമീൻ മനസ്സിലാക്കാൻ വേണ്ടി പറയണം. അല്ലാതെ വഖഫ് ചെയ്യണമെന്നല്ല പറഞ്ഞേ. അവിടെ വഖഫ് ചെയ്യുമ്പോൾ വഖഫ് ചെയ്യാതെ ചില ആളുകൾക്ക് നല്ലോണം ശ്വാസം ഉണ്ടാകും, ചില ആൾക്കാർക്ക് ഒന്ന് ഓതുമ്പത്തിന് എന്ത് ചെയ്യും? ശ്വാസം മുട്ടും. അപ്പൊ അവനെന്ത് ചെയ്യാ? റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക വമിൻ ദുരിയത്തിനാ ഉമ്മത്തൻ എന്ന് പറഞ്ഞത് ഓതുന്നേക്കാൾ നല്ലത് നമ്മൾ വഖഫ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ രൂപത്തിൽ വഖഫ് ചെയ്ത് കിടന്ന് ചെയ്താൽ വല്ല ഓതിപ്പോയാൽ മതി. റബ്ബനാ വജ്അൽനാ മുസ്ലിമൈൻ
مسلمين لك ومن ذريتنا أمة مسلمة لا إخفاجنا ومن ذريتنا أمة مسلمة ذريتنا مد منفصل عن أمة مسلمة ومن ذريتنا أمة مسلمة شد اللميم أمة مسلمة എന്താ കാരണം തൻവീന് ശേഷം ലാബ് വന്നു. ലാബോ റോ ആണെങ്കിൽ മുസ്ലിമത്തല്ല എന്ന് പറയുന്നത് തല്ല മുസ്ലിമത്തല്ലക വഅരിനാ മനാസികന വഅരിനാ റാഇന് കസ്റാണ്. കസ്ർ വന്നാൽ എന്ത് ചെയ്യണം? തർഖീഖ് ചെയ്യണം അല്ലേ? ഞാൻ ഈ തഫ്ഹീം പറയാത്തത് തർഖീഖ് അല്ലാത്ത മുഴുവൻ എന്തായിരിക്കും? തഫ്ഹീം ആയിരിക്കും അല്ലേ? അപ്പൊ അത് നമ്മള് തഫ്ഹീം ഏതായാലും പറയും. തർഖീഖ് ചിലപ്പോൾ അറിയാതെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കാതെ പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചിലത് ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാവുകയും ചിലത് ചിലപ്പോൾ മാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. 128-ാമത്തെ ആയത്ത് അല്ലേ? പോതി ഒന്നുകൂടെ ഓതി നോക്കി. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم إنك أنت التواب الرحيم ربنا وابعث فيهم കാരണം എന്താ? وابعث لا വസ്ലിൻ ഹംസ ഒഴിവായി. وابعث فيهم رسولا منهم തൻവീന് ശേഷം മീം വന്നു. റസൂലം മിൻഹും യത്ലു സുക്കൂളിന്റെ നൂന്റെ നിയമങ്ങൾ പറഞ്ഞു. മീമിന്റെ നിയമം കൂടി നമുക്ക് ഒന്ന് ഓർമ്മയിൽ പുതുക്കാം. ഏതാണ് സുക്കൂളിന്റെ മീമിന്റെ നിയമങ്ങൾ? മീമിന്റെ നിയമങ്ങൾ 3 മീമിന്റെ നിയമങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരാ പറഞ്ഞിരുന്നു? പിന്നെ മീമിന്റെ നിയമങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടില്ല. മുമ്പ് ക്ലാസ്സിലൊക്കെ നമ്മൾ മദ്രസയിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കൂടുതലായിട്ട് മീമിന്റെ വളരെ സിമ്പിൾ ആയതുകൊണ്ട് നമ്മളത് കൂടുതലായിട്ട് എന്ത് ചെയ്തിട്ടില്ല, അതിന് ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് ക്ലാസ്സുകളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ ക്ലാസ്സിൽ കൃത്യമായിട്ട് ഓരോന്ന് ഉദാഹരണങ്ങൾ സഹിതം വ്യക്തമാക്കി പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണുന്ന ആളുകൾ മുതിർന്ന ആളുകളാണ്. വിഷയങ്ങൾ പറയുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. കുട്ടികൾ അവരുടേതായ ലോകത്തായിരിക്കും. എന്തിനാ പഠിക്കണേ, എന്തിനാന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല. അവരുടേതായ ആ ഒരു ശൈലിക്കനുസരിച്ച് അവർ പഠിക്കുക. ചിലത് നല്ല കുട്ടികൾ, കൂടുതലായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ എന്ത് ചെയ്യൂല, ആ ഒരു വിഷയത്തിലേക്ക് കൂടുതലായിട്ട് ഗൗരവത്തിലെടുക്കുന്ന കുട്ടികൾ ചിലപ്പം കുറവായിരിക്കും. അപ്പൊ അന്ന് ചിലപ്പോൾ അത് ശ്രദ്ധ വിട്ട് ഒക്കെ പോയിട്ടുണ്ടാവും, പല നിലക്കും അത് നമ്മിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഉപകാരമാകുന്ന രൂപത്തിലുള്ള ചെറിയൊരു ക്ലാസ്സാണ്. ഒരുപാട് വലിയ ക്ലാസ്സുകളൊക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ ധാരാളം ഉസ്താദുമാരുടെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ ക്ലാസ് മാത്രമല്ല, മറ്റുള്ള ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒഴിവുണ്ടാവുന്ന സമയത്തൊക്കെ മറ്റുള്ള ക്ലാസ്സുകളൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുക, നമ്മളെ ക്ലാസ് ഒന്ന് കേൾക്കുക. അപ്പോ സുക്കൂണിലുള്ള മീമിന്റെ നിയമങ്ങൾ വളരെ സിമ്പിളാണ്. മീമിന്റെ ശേഷം മീമ് വന്നാൽ സുക്കൂണിലുള്ള മീമിന്റെ ശേഷം അടുത്ത അക്ഷരം മീമ് തന്നെയാണ് വന്നതെങ്കിൽ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കും, ഒറ്റ മീമായിട്ട് ഉച്ചരിക്കും. സുക്കൂണിലുള്ള മീമിന്റെ ശേഷം ബ വന്നാൽ മറച്ച് മണിക്കും. മീമിനെ വ്യക്തമാക്കി പറയുകയോ ഒഴിവാക്കുകയോ ചെയ്യാതെ, വ്യക്തമാക്കി പറയൂല എന്നാ ഒഴിവാക്കും അതുമില്ല, രണ്ടിന്റെ ഇടയിലായിട്ട് പറയും. ഇനി മീമിന്റെ ശേഷം മീമ് വന്നു, മീമിന് ശേഷം ബ വന്നു. 28 അക്ഷരങ്ങളാണ് അറബിയിലുള്ളത്. അതിൽ 2 അക്ഷരം പറഞ്ഞു. ഇനിയുള്ള ബാക്കി 26 ഏത് അക്ഷരം വന്നാലും
അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് വളരെ സിമ്പിളാണെന്ന് പറഞ്ഞത്. അപ്പോൾ അത് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യം, എന്നാലും ചിലതൊക്കെ ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി ശ്രദ്ധിക്കുക. അപ്പോൾ മീമിന്റെ ശേഷം മീം വന്നാൽ, മീമിന്റെ ശേഷം ബാ വന്നാൽ, ബാക്കി 26 അക്ഷരത്തിൽപ്പെട്ട ഏതക്ഷരം വന്നാലും വ്യക്തമാക്കി ഉച്ചരിക്കണം. മിൻഹും യത്ലു, മിൻഹും വ്യക്തമാക്കാൻ പരിപാടിയൊന്നും. മിൻഹും എന്ന് പറയാൻ സുക്കൂണിലെ മീമാണെങ്കിൽ അതിനെ എന്ന് പറയാം, അതിനെ വ്യക്തമാക്കുക. മിൻഹും യത്ലു അലൈഹിം ആയാതിക്, ആയാതിക് അലൈഹിം. ഇപ്പൊ സുക്കൂണിലെ മീമ് വെളിവായില്ലേ? ആ മീമിന് വെളിവാകില്ല. അം ഇം ഉം ഇതാണല്ലേ. മീമിന് സുക്കൂനാണെങ്കിൽ അം ലേ, അലൈഹിം അലൈഹിം ല അലൈഹിം. മിൻഹും റബ്ബനാ വബ്അസ് ഫീഹിം റസൂല. ഫീഹിം റാ എന്ന് പറയുന്നത് ഫീഹിം എന്ന് വ്യക്തമാക്കി മീമിന് സുക്കൂൻ കൊടുക്കുമ്പോൾ മീ ചുണ്ട് വായ പൂട്ടണം, അപ്പോൾ വ്യക്തമാവുള്ളൂ. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم. അവിടെ വഖഫ് ചെയ്താലും ഇല്ലെങ്കിലും അവിടെ നിന്നാണ് വഖഫ് ചെയ്താൽ വയുസക്കീഹിം എന്ന് പറയും അല്ലെ. മീമിന് സുക്കൂനെ തൊട്ടുമ്പോൾ നീട്ടാനൊന്നുമില്ല, അപ്പൊ അതുപോലെ പറയാം. ഈ വഖഫ് ചെയ്യുന്നില്ല എങ്കിലും അങ്ങനെ തന്നെ വയുസക്കീഹിം ഇന്നക. അപ്പോൾ കാരണം ശേഷമുള്ള അക്ഷരം ഹംസയാണ്. മീമിന്റെ നിയമങ്ങൾ നേരത്തെ പറഞ്ഞതല്ല, അത് നൂനിന്റെ നിയമമാണ്. മീമിന്റെ നിയമങ്ങൾ മീമിന്റെ ശേഷം മീം വന്നാലേ, അല്ലെങ്കിൽ മീമിന്റെ ശേഷം ബ വന്നാലേ, മീമിന്റെ ശേഷമുള്ള ബാക്കി ഏത് അക്ഷരം വന്നാലും ഇതാണ് ചെയ്യണം. ഇത് മീമിന്റെ നിയമം മാത്രമാണ്. വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ويزكيهم إنك أنت العزيز الحكيم. ഒന്നുകൂടെ 129. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. ومن يرغب عن ملة إبراهيم ومن يرغب سكون نون ശേഷം നൗമി നൂന് വാവ് മീമ്. ഇവിടെ നൂനാണ്. നൂന് വന്നാൽ നൂനിന്റെ നിയമമാണ്. നൗമി നൂന് വാവ് മീമിയ ഇദ്ഗാം ബിഗുന്ന വമയ്യ കൂട്ടി യോജിപ്പിച്ചു മണിക്ക. എന്നല്ല ഗോ എന്നല്ല, അത് മലയാളത്തിലാണ് ഗ അല്ലെ. മഗ്രിബ് എന്നാണ് മലയാളത്തിൽ എഴുതുമ്പോൾ ഇത് മഗ്രിബ്. മഗ്രിബ് എന്ന് പറഞ്ഞ നിസ്കാരം ഉണ്ടോ? ഇല്ല. മഗ്രിബ് مغرب ومن يرغب عن ملة سكون نون മീം വന്നു. മീമിന്റെ അവിടെ മണിക്കുന്നുള്ളൂ. ലാമിന് ശബ്ദുണ്ട്, അവിടെ മണിക്കൊന്നും വേണ്ട, അവിടെ കട്ടി കൊടുത്താൽ മതി. മില്ലത്തി ഇബ്രാഹിം. അവിടെ വഖഫ് ചെയ്തപ്പം മീമിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള യാ ആണ് അല്ലേ. ഹീ എന്നുള്ളതിന് ശേഷം ഒരു യാ ഉണ്ട്. إلا من سفه نفسه ولقد اصطفيناه في الدنيا. നിയമവിരുദ്ധമായ വാക്കിൽപ്പെട്ടതാണ്. സുക്കൂണിന്റെ നൂനിന് ശേഷം യാ വന്നാൽ ഫിദ്ദുനിയ. സുക്കൂണിന്റെ നൂനിന് ശേഷം യാ വന്നാൽ എന്ത് ചെയ്യണം? സാധാരണ കൂട്ടി യോജിപ്പിച്ച് മണിക്കാണ് വേണ്ടത്. ഇവിടെ ആ നിയമത്തിന് വിരുദ്ധമായ വാക്കാണ്. അങ്ങനെ ചില വാക്കുകൾ ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഓരോന്നും ഓരോ സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് പറയാം. وَلَقَدِ اصْطَفَيْنَاهُ فِي الدُّنْيَا وَإِنَّهُ فِي الْآخِرَةِ لَمِنَ الصَّالِحِينَ. وَإِنَّهُ فِي الْآخِرَةِ നീട്ടണം, കാരണം ഹംസക്ക് ശേഷമാണ് അലിഫുള്ളത്. ഓതി നോക്കി. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين.
131. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം. റബ്ബു ലഹു ഹു നീട്ടാനുണ്ട്, അല്പം നീട്ടുക. റബ്ബുഹു അവിടെ നൂടി നീട്ടണം, മദ് മുൻഫസിലാണ് അല്ലേ. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. إذ قال له ربه أسلم قال أسلمت لرب العالمين. മദ്ദും ആനിൽ വരുന്നുണ്ട് അല്ലേ. ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى يا بني يا بني يا بني بني ബനിയ ബനിയ നീട്ടരുത്, ബനിയ എന്ന് പറയുന്നത് യാ ബനിയ ഇൻ മണിക്കൊന്നും വേണ്ട. യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ. ലകുമുദ്ദീൻ വഖഫ് ചെയ്തു. ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നേരത്തെ പറഞ്ഞ നിയമം ഓർമ്മയിലുണ്ടാവണം. فلا تموتن إلا وأنتم مسلمون. വഖഫ് ചെയ്തു. നൂന് സുക്കൂന് തൊട്ട് മുമ്പ് വാവാണ്. വഅൻതും മുസ്ലിമൂൻ. സുക്കൂനുള്ള മീം വന്നു, മീമിന് ശേഷം മീമാണ് അല്ലേ, ഒറ്റ മീമായിട്ട് ഉച്ചരിക്കുന്നു. വഅൻതും ഒറ്റ മീമായിട്ട് ഉച്ചരിക്കുന്നു. രണ്ട് മീമുണ്ട്, ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിലേക്ക് കൊടുക്കുന്നു. വഅൻതും മുസ്ലിമൂൻ. ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. 133. കാരണം ശേഷമുള്ള കാഫാണ്, മീമുമല്ല ബാഉമല്ല. മീമിന്റെ നിയമമാണ് മീമുമല്ല ബാഉമല്ല. ഇദ്ഹാർ ചെയ്യണം, വ്യക്തമാക്കണം. അം കുന്തും ശുഹദാഅ ഇദ് ഹദറ യാഖൂബൽ മൗത്ത്. ശുഹദാഅ ഇദ് ഹദറ യാഖൂബൽ മൗത്ത്. നേരത്തെ പറഞ്ഞ നിയമം വഖഫ് ചെയ്തു. തൊട്ട് മുമ്പുള്ള വാവാണ്. വാവ യാ ആണെങ്കിൽ വാവിന് സുക്കൂന് യാന് സുക്കൂന് ഉണ്ടെങ്കിൽ മൗത്ത് വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي. വഖഫ് ചെയ്തു. മിൻ ബഅദി നീട്ടാനുള്ളതാണ്, അപ്പൊ നീട്ടിയിട്ട് തന്നെ വഖഫ് ചെയ്യാം. മിൻ ബഅദി അത്ര നീട്ടിയാൽ മതി. മിൻ ബഅദി എന്നല്ല, മീന് അല്ലെ സ്കൂളിലെ നൂനാണ്, ശേഷം ബ ആണ്. നൂനിനെ മാറ്റി മീമായി കൊടുക്കുക. അപ്പൊ മിം മിം. ഇപ്പൊ എന്താണുള്ളത്? മീം മീം സുക്കൂളുള്ള മീമാണ്. മീമിന് ശേഷം ബ വന്നാൽ എന്താ നിയമം? ഇഖ്ഫാ ചെയ്യണം. അപ്പൊ എങ്ങനെ? ഇവിടത്തെ നിയമം എന്താണ്? ഇഖ്ലാബാണ്. നൂനിനെ മാറ്റി മീമായി കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഇഖ്ലാബ്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ നൂനിനെ മാറ്റി മീമായി കൊടുക്കുക. മീമാക്കിയാൽ ഇപ്പൊ എന്താ? മീമാണുള്ളത്. മീമിന്റെ ശേഷം ഇനി ഏതാക്ഷരം ബ ആണ്. അപ്പോ പിന്നെ മീമിന്റെ നിയമം നോക്കേണ്ടത്. മീമിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫാ ചെയ്യണം. മിൻ ബഅദി ഖാലൂ നഅ്ബുദു ഇലാഹക. ഖാലൂ നഅ്ബുദു. ഖാലൂ അവിടെ കണ്ടില്ലേ അലിഫ്, അലിഫിന്റെ മേലെ പൂജ്യം, നേരത്തെ പറഞ്ഞ പൂജ്യമാണ് സുക്കൂന്, അത് ഉച്ചരിക്കൂല. ഖാലൂ വാവുണ്ട്, വാവ് ഉച്ചരിക്കുക. വാവറ നീട്ടാനുള്ള വാവാണ്. ഖാലൂ നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ വനഹ്നു ലഹു മുസ്ലിമൂൻ. 133. ഒന്നുകൂടി അത് നോക്കി. أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك وإله آبائك
وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون ونحن له لا وإسماعيل وإسحاق إلها واحدا ونحن له مسلمون 134 തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ശദ്ദുള്ള മീമാണ് ശേഷം തഅന് തൻവീനാണ് ഖാഫാണ് ശേഷമുള്ളത് ഇഖ്ഫാ ചെയ്യണം തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലകും മാ കസബ്തും സുക്കുള്ള മീമിന് ശേഷം മീം വന്നു വലകും മാ കസബ്തും ولا تسألون عما كانوا يعملون ولا تسألون عما كانوا يعملون ഒന്നുകൂടെ തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون അഞ്ചാമത്തെ ആയത്ത് وقالوا كونوا هودا أو نصارى وقالوا كونوا هودا ഇടയ്ക്ക് സ്റ്റോപ്പ് ആവണം എന്തുകൊണ്ടാ വെച്ചാല് ആ സ്ക്രീൻ ഒന്ന് ലെവലാകാൻ വേണ്ടിയാണ് وقالوا كونوا هودا أو نصارى تهتدوا وقالوا كونوا هودا أو نصارى تهتدوا وقالوا كونوا هودا أو نصارى تهتدوا هودا تنوين ശേഷം ഹംസയാണ് ഇൽഹാർ ചെയ്യണം ഹൂദൻ തൻവീന്റെ ശേഷം ഹംസ ഒന്ന് ഇൽഹാർ ചെയ്യണം وقالوا كونوا هودا أو نصارى تهتدوا قل بل ملة إبراهيم حنيفا വടക്ക് വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് വഖഫ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവിടെ വന്നത് ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഇൻഷാ അല്ലാഹ് وما كان من المشركين 135 ആയത്താണ് അല്ലേ وقالوا كونوا هودا أو نصارى تهتدوا قل بل ملة إبراهيم حنيفا وما كان من المشركين 136 ആയത്ത് قولوا آمنا بالله وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وإسحاق قولوا آمنا بالله وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد
منهم ونحن له مسلمون. 136 ആയത്തുകളാണ് ഓതിയത്. ഒന്നുകൂടെ. قولوا آمنا بالله وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. ഈ ലാസ്റ്റ് ഓതിയ ആയത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം. بسم الله الرحمن الرحيم. الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون. وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين. وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى وعهدنا إلى إبراهيم وإسماعيل أن طهر بيتي للطائفين والعاكفين والركع السجود. وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. إذ قال له ربه أسلم قال أسلمت لرب العالمين. ووصى بها إبراهيم بنيه ويعقوب
يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون وقالوا كونوا هودا أو نصارى تهتدوا قل بل ملة إبراهيم حنيفا وما كان من المشركين قولوا آمنا بالله وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون صدق الله. അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അർഹമുർ റഹീമായ റഹ്മാനായ റബ്ബേ, ഈ പവിത്രമായ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ ഓതിയിട്ടുണ്ട്, ഞങ്ങൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, ശ്രവിച്ചിട്ടുണ്ട്. നീ സ്വീകരിക്കണേ അല്ലാ. നീ പൊരുത്തപ്പെട്ട അമലായി നീ ഖബൂലാക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ റഹ്മാനേ. നിന്റെ പരിശുദ്ധ കലാം ഞങ്ങൾ ഓതിയിട്ടുണ്ട്. നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനേ. റഹ്മാനായ റബ്ബേ, ഇതിന്റെ മിസ്ല സവാബിനെ ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. എല്ലാ മഹത്തുക്കളുടെയും ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. എല്ലാവിധ മഹത്തുക്കളുടെയും ഹളറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. റഹ്മാനെ റബ്ബേ, അവിടെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ൽ സവാബിനെ എത്തിച്ച് അവർക്ക് നീ വെളിച്ചം നൽകണേ അല്ലാ. പ്രകാശപൂരിതമാക്കണേ അല്ലാ. നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. ഖബറിലേക്ക് നീ ഈ നസായി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. വല്ല അദാബുമുണ്ടെങ്കിൽ ഈ പവിത്രമായ പരിശുദ്ധ ഖുർആൻ മുൻനിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബായ സയ്യിദുനാ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബറകത്ത് കൊണ്ട് നീ ഉയർത്തി കളയണേ അല്ലാ. എല്ലാവരെയും മുത്ത് നബിയോടുകൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ ലിഖാ കാണാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ. ഒരുപാട് പ്രയാസമുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ശാരീരികമായിട്ട്, മാനസികമായിട്ട്, സാമ്പത്തികമായിട്ട്, ഇങ്ങനെ പല നിലക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ഞങ്ങളെ പ്രേക്ഷകരിൽ പലരും ദുആ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ റബ്ബേ, മുറാദുകൾ അറിയുന്ന അല്ലാ, നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാ. നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. എല്ലാവിധ പ്രയാസങ്ങളും നീ നീക്കി ഞങ്ങൾക്ക് നീ സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളെ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ നീക്കി ഞങ്ങൾക്ക് നീ സന്തോഷം നൽകണേ റഹ്മാനെ. ഇബാദത്തിനായി കൊണ്ടുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ പ്രദാനം ചെയ്യണേ അല്ലാ. നീ പ്രദാനം ചെയ്യണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ
ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. ഹജ്ജിനും ഉംറക്കും പോകാൻ ഉദ്ദേശിച്ചവരുണ്ട്, എല്ലാം റെഡിയായവരുണ്ട്, റെഡിയാവാനുള്ളവരുണ്ട്. എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പരിപൂർണമായിട്ടും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഖബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാൻ, ഉംറ നിർവഹിക്കാൻ, സിയാറ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബി യാ റസൂലല്ലാഹ് എന്ന സ്വലാത്തും സലാമും പറയാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവരുണ്ട്, ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, മക്കളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ഉപ്പയുണ്ട്. റഹ്മാനേ റബ്ബേ, പലരും സ്വദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്നവരുണ്ട്. ജോലികളിൽ നീ ബറക്കത്ത് നൽകണ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കളിൽ നീ ബറക്കത്ത് നൽകണ റഹ്മാനെ. സഹോദരി സഹോദരന്മാരിൽ പ്രേക്ഷകരിൽ നീ ബറക്കത്ത് നൽകണ റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരിലും എല്ലാ നിലക്കും നീ ബറക്കത്തും റാഹത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും നീ നൽകണേ അല്ലാഹ്. സാമ്പത്തികമായ പ്രയാസം, വീടില്ലാത്തവർ വിഷമിക്കുന്നവരുണ്ട്, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. റഹ്മാനേ റബ്ബേ, കടം വീട്ടാനുള്ള മാർഗങ്ങൾ നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. എല്ലാ വഴികളും നീ തുറന്നു നൽകണേ റഹ്മാനെ. ഖൈറായ സമയത്ത് നീ എത്തിച്ചു നൽകണേ അല്ലാഹ്. രോഗമുള്ളവരുണ്ട്, പ്രയാസപ്പെട്ടവരുണ്ട്. റഹ്മാനേ റബ്ബേ, എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും നീ പരിപൂർണമായിട്ടും ശമനം നൽകണേ റഹ്മാനെ. സലാമത്ത് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റഹ്മാനേ റബ്ബേ, ക്ലാസ് കേൾക്കുന്നവരിൽ റഹ്മാനേ റബ്ബേ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. ആർക്കെങ്കിലും ക്ലാസ് മനസ്സിലാകാതെ അല്ലെങ്കിൽ ക്ലാസ് മനസ്സിൽ നിൽക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് നീ, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഓർമ്മ ശക്തിയും ബുദ്ധിശക്തിയും നീ നൽകണേ റഹ്മാനെ. പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പാരായണം ചെയ്യാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഇബാദത്തുകളെ കൊണ്ട് നടക്കാനും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ധാരാളം ഖത്മുകൾ തീർക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. اللهم انصرنا وانصر إخواننا المسلمين في فلسطين. ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم ارحمنا وارحم والدينا وارحم المسلمين. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.